ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയതോടുകൂടി തന്നെ തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ അസ്വസ്ഥരാണ്. വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് പിളരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. പുതുതായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് നിയമസഭാ അംഗങ്ങളിൽ ഭൂരിപക്ഷം പേരും എത്താതെ വന്നതോടുകൂടി തന്നെ കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടത്താനിരുന്ന യോഗം റദ്ദാക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി വ്യാപകമായ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞുപോക്കുകൾ അവിടെ ഉണ്ടാവുകയും ഇതിനിടെ രണ്ട് TMC നേതാക്കളെ പോലും മമതാ ബാനർജി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതും വലിയ രോഷത്തിനാണ് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത്. മമതയുടെ വസതിയിൽ അവിടെ വിളിച്ചു വരുത്തിയ യോഗത്തിൽ പോലും 80 MLA-മാരിൽ 20 പേർ മാത്രമാണ് പങ്കെടുത്തത്. MLA-മാരായ അഭിഷേക് ബാനർജിയും കല്യാൺ ബാനർജിയും ആക്രമിക്കപ്പെട്ടതിൽ പ്രതിഷേധിക്കാൻ മണ്ഡലങ്ങളിൽ തുടരുന്നതിനാലാണ് മറ്റുള്ളവർ എത്താത്തത് എന്നതായിരുന്നു പാർട്ടി വക്താവ് അവിടെ സൂചിപ്പിച്ചത്. എന്നാൽ 60 പേർ വിട്ടുനിന്നത് പാർട്ടിയിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല ആ പാർട്ടി തന്നെ ഇല്ലാതാകുമോ എന്ന ചോദ്യം പോലും ഉയരുകയാണ്. BJP ബംഗാളിൽ ഭരണത്തിലെത്തിയതോടുകൂടി തന്നെ തൃണമൂൽ നേതാക്കൾ കൂടുതലായി തന്നെ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്ന ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടായ ആക്രമണം അവിടെ അന്വേഷിക്കാൻ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ പോലും വലിയ രീതിയിൽ ആക്രമണങ്ങൾ അവിടെ ഉണ്ടാവുകയും മാത്രമല്ല ശ്രീരാംപൂർ MP ആയ കല്യാൺ ബാനർജിക്ക് ആക്രമണത്തിൽ തലയ്ക്കാണ് പരിക്കേറ്റതെന്നും ഹുഗ്ലി ജില്ലയിലെ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് 15ഓളം BJP പ്രവർത്തകർ തന്നെ ആക്രമിച്ചതായും കല്യാൺ ബാനർജി പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം സോണർപൂർ മേഖലയിൽ വെച്ച് തൃണമൂൽ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിക്ക് അവിടെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ട ആക്രമണം നേരിടേണ്ടി വന്നു. തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ആക്രമണത്തെ പറ്റി പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു കല്യാൺ ബാനർജിക്ക് നേരെ കയ്യേറ്റമുണ്ടായതും. അതേസമയം പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വ്യാപകമായ ഒരു കൊഴിഞ്ഞുപോക്ക് ആ പാർട്ടിക്കുള്ളിൽ തന്നെ നേരിടാൻ ഉണ്ടായിരിക്കുന്ന അവസ്ഥ. ഇതിനിടെയാണ് രണ്ട് MLA-മാരെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും MLA-മാരായ സന്ദീപൻ സഹീം അതേപോലെ തന്നെ മറ്റൊരു നേതാവിനെ കൂടിയാണ് പുറത്താക്കിയിരിക്കുന്നത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് നടപടി എടുത്തിരിക്കുന്നതെന്നതാണ് മമത ആരോപിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ ദിവസം നടത്താനിരുന്ന പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് MLA-മാരുടെ യോഗം അവിടെ ഭൂരിപക്ഷം പേരും എത്താതിരുന്നതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഇടയാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ 2 പേർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് പാർട്ടി എത്തുന്നതും. പാർട്ടി നേതൃത്വം വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നുകൊണ്ടാണ് ഈ നടപടിയും പുറത്താക്കലും നോട്ടീസ് അയക്കലും ഉണ്ടായിരിക്കുന്നതെന്നാണ് മമത പറയുന്നത്. തൃണമൂൽ കോൺഗ്രസ് താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും പ്രസ്താവനകൾ നടത്തുകയും ചെയ്തതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ കത്തിലൂടെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ശക്തമായ നടപടി സ്വീകരിച്ചതെന്നും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.